പക്ഷാഘാതം വന്ന് ശരീരം പൂർണ്ണമായി തളർന്ന 69-കാരന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. ഇടുക്കി ആനച്ചാൽ സ്വദേശി സെൽവരാജിന് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യാൻ 1 മാസം കാത്തിരിക്കണമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സെൽവരാജ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. പക്ഷാഘാതം വന്ന് പൂർണ്ണമായും തളർന്ന് അവശനിലയിലാണ് മൂന്നാർ ആനച്ചാൽ സ്വദേശി സെൽവരാജിനെ ഭാര്യ ശാന്തമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അടിയന്തരമായി ചികിത്സ വേണ്ട സാഹചര്യത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ലഭിച്ച ടോക്കൺ നമ്പർ 41. ഊഴമെത്താൻ കുറഞ്ഞത് 1.5 മാസം സമയം. അതിനിടെ എന്തും സംഭവിക്കാമെന്ന് അധികൃതർ അറിയിച്ചതോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർബന്ധിതയായി. ഇപ്പോൾ ബിൽ തുക പൂർത്തിയാക്കാൻ നെട്ടോട്ടമോടുമ്പോൾ ഈ സിസ്റ്റത്തെ പഴിക്കുകയാണ് ശാന്തമ്മ. സർജറി അല്ലാതെ വേറൊരു മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യണമെങ്കിൽ 1.5 മാസം കഴിയണം, 1.5 മാസം ഇവിടെ കിടക്കണം. 41ാമത്തെ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 40 എണ്ണം ബുക്ക് ചെയ്ത് പോയേക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഈ അത്രയും നാളൊന്നും ഈ അപ്പച്ചൻ കിടക്കുകയില്ല. അതിന് മുമ്പ് തന്നെ അപ്പച്ചൻ മരിച്ചു പോകും, അല്ലെങ്കിൽ സർജറിയോട് കൂടി മരിച്ചു പോകും. ഇനി അഥവാ സർജറി കഴിഞ്ഞാൽ തന്നെ മാസങ്ങളോളം കോമ സ്റ്റേജിൽ കിടക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. നിലവിൽ 5 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. കൂലിപ്പണി ചെയ്ത് വീട് നോക്കിയിരുന്ന ശാന്തമ്മ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാത്ത സ്ഥിതിയിലാണ് നിലവിൽ. മീഡിയ 1 ഇടുക്കി.